ഹായ് ഹലോ വെൽക്കം ടു ഡൗവി ഡിലൈറ്റ്. ഇന്ന് കുറച്ചധികം കേക്ക്സ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. മൊത്തം ഡിസൈൻ കേക്ക്സ് ആണ്. അപ്പോൾ എൻ്റെ ഡിസൈൻ വർക്ക് ഇതെല്ലാം ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്തൊക്കെ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ മെയിൻ കേക്ക് 2 ടയർ ഫുൾ ഗ്ലിറ്റർ കേക്ക് ആണ്. ഫസ്റ്റ് ബർത്ത്ഡേ കേക്ക് ആണ് കേട്ടോ. അപ്പോൾ താഴെ ഗോൾഡും മേളിൽ പിങ്ക് ഗ്ലിറ്ററും ആണ് വേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഹാൻഡ് പമ്പ് ആണ് യൂസ് ചെയ്യുന്നത് ഗ്ലിറ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ ഗോൾഡ് എഡിബിൾ ഗ്ലിറ്റർ ആണ് കേട്ടോ ഈ യൂസ് ചെയ്യുന്നത്. നമ്മൾ എയർ ഗണ്ണിങ് കാട്ടി കുറച്ച് പാടാണ്, നല്ല എഫർട്ടൊക്കെ വേണം ഇത് ചെയ്യാൻ. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ ഗോൾഡ് ഡസ്റ്റും കൂടെ ഈ ഒരു ഗ്ലിറ്ററിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഗോൾഡ് എഫക്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ കുറെ ഗ്ലിറ്റർ ഇട്ട് പമ്പ് ചെയ്യണം. ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ അതിന് മുന്നേ ഒക്കെ ആ ഒരു സെക്ഷനിൽ നടത്തിയിട്ടാണ് അവസാനം ഈ ഒരു ഇതിനകത്ത് എത്തിച്ചേർന്നത് കേട്ടോ. അപ്പൊ അതാണ്ട് നമ്മളുടെ പമ്പ് വീണ്ടും പണിയെന്ന് അതിന്റെ സൈഡിൽ നിന്ന് ഒരു സംഭവമൊക്കെ ഇളകിപ്പോയി. പിന്നെ ഞാൻ അതൊന്നുകൂടെ ഫിറ്റ് ചെയ്തിട്ടാണ് വീണ്ടും ഗോൾഡ് ഗ്ലിറ്ററും അത് ഡസ്റ്റും കൂടെ ഒക്കെ ഇട്ടിട്ട് ഞാനൊന്ന് പമ്പ് ചെയ്ത് കൊടുക്കുകയാണേ. നമ്മളിത് ഗ്ലിറ്റർ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ കേക്കിന്റെ ഷൈനിങ് മനസ്സിലാവും. ഭയങ്കര ഭംഗിയാട്ടോ കാണാൻ. നമ്മൾ ക്യാമറ കാണുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ഭംഗിയാണ് കേട്ടോ. അപ്പൊ അതാ ഈ ഒരു 2 സംഭവങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ. ഒന്ന് ഗ്ലിറ്ററിന്റെ ഒരു ഡപ്പയും അതുപോലെ താണ്ട ഗോൾഡ് ഡസ്റ്റ് ആണ് കേട്ടോ ഇത്. അപ്പൊ അതിന് ഒരു ചെറിയ ഡപ്പയ്ക്ക് 300 രൂപയാണ് കേട്ടോ. അതിൻ്റെ ഒരു മുക്കാ പോർഷനോളം വേണം. അതുപോലെ തന്നെ ഗോൾഡ് ഗ്ലിറ്റർ ഇത് കണക്ക് ഒരു കുഞ്ഞ് ഫുള്ളായിട്ടും വേണം കേട്ടോ. നമുക്ക് ഈ ഒരു സ്ക്വയർ കേക്ക് ഇത് ഫുള്ളായിട്ട് കോട്ട് ചെയ്തെടുക്കാം. നല്ലൊരു എമൗണ്ട് ആവും നമുക്ക് ചെയ്ത് വരാൻ. ഇത് കണ്ടില്ലേ, പരീക്ഷണങ്ങൾ നടത്തിയേക്കുന്നതാണ്. എങ്ങനെയൊക്കെ ചെയ്താലാണ് ആ ഗോൾഡ് എടുത്ത് കാണുന്നത് എന്നൊക്കെ കുറേ നോക്കിയിട്ടാണ് ഞാൻ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് പിങ്ക് കേക്കാണ് കേട്ടോ. ഇത് സെയിം പ്രോസസ്സ് തന്നെ. പിങ്കിന്റെ ഡസ്റ്റും അതുപോലെ തന്നെ പിങ്കിന്റെ ഗ്ലിറ്ററും ഒക്കെ യൂസ് എഡിബിൾ ഗ്ലിറ്റർ ആണ്. എല്ലാം എഡിബിൾ ആണ്. ഗ്ലിറ്ററിങ് കഴിയുമ്പോൾ തന്നെ ആ കേക്കിനെ കാണാൻ എന്താ ഭംഗിയെന്ന് അറിയാമോ? നമ്മുടെ ക്യാമറ കാണുന്നതിനെക്കാട്ടി ഭയങ്കര ഷൈനിങ് ആണ് കേട്ടോ നേരിട്ട്. പക്ഷെ അതേപോലെ നമ്മുടെ മുഖവും ആ ഒരു വീടും നിന്നങ്ങ് തിളങ്ങുമേ. നമ്മൾ ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നെങ്കിൽ ഒരു രക്ഷയില്ല. ഫുള്ളി നമ്മൾ ആ ഗ്ലിറ്ററിൽ ഒന്ന് തിളങ്ങിയിട്ടേ ഇറങ്ങത്തോളെ. എന്ന് പറയുന്നത് നമ്മുടെ ഡിസൈൻ സ്റ്റേജ് ആണ്. ആ ഡിസൈൻ കണ്ടില്ല, എനിക്ക് അതേപോലെ തന്നെ വേണമെന്ന് പറഞ്ഞ് വരച്ച് കളർ ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. കസ്റ്റമർ എന്ന് പറയുന്നത് എൻ്റെ ഒരു ബാച്ച്മേറ്റ് ആണ്, നമ്മൾ കൂട്ടുകാരാണ് കേട്ടോ. അപ്പോൾ രമ്യ എന്ന് പറയുന്ന ബാച്ച്മേറ്റ് ആണ് എനിക്ക് തന്നിരിക്കുന്നത്. പുള്ളിക്കാരുടെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മളിതാ രാവിലെ ഡിസൈനിങ് സ്റ്റേജ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. താഴെ കുറേ ഗോൾഡ് ഗ്ലിറ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ട് റെഡ് ഫ്ലവർ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് വേണ്ടത്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ എന്തൊക്കെയോ ഒക്കെ ഉണ്ടായിരുന്നു. അത് എനിക്ക് തോരണങ്ങളും അതും ഇതും ഒക്കെ വെച്ചിട്ട് ഞാൻ അതിനെ ഫുള്ളി കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരി പറഞ്ഞ അതേപോലെ തന്നെ കുറച്ച് ലൗസും ഒക്കെ. അവരുടെ ലൗസ് ആ ഒരു കളർ ഷെയ്ഡ് വന്നതെന്ന് വെച്ചാൽ അവരുടെ ഡ്രസ്സിൻ്റെ കളർ കോമ്പിനേഷൻ അതായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കോമ്പിനേഷനും എല്ലാം കൂടെ കൊടുത്ത് ആ കേക്കിനെ ഞാൻ ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കത് ചെയ്തു വന്നപ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. ഭയങ്കര എലഗൻറ്റ് ലുക്കായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അങ്ങനെ ഇതായിരുന്നു നമ്മളുടെ ആദ്യത്തെ കേക്ക് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കപ്പ് കേക്കിൻ്റെ ഒരു ബൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല സെറ്റ് ചെയ്യുന്നത്. ഇതായിരുന്നു അതിൻ്റെ ആ ഒരു കപ്പ് കേക്ക് ബൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അങ്ങനെ അതുമൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം 2 സ്പൈഡർമാൻ കേക്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ ടോപ്പിൽ 2ൻ്റെയും ടോപ്പിലൊന്ന് ഗനാഷ് ചെയ്ത് കൊടുക്കുകയാണ്, റെഡ് ഗനാഷ്. അപ്പോൾ ക്രീമിൽ ഒരുപാട് ആഡ് ചെയ്താൽ നമുക്ക് ഗനാഷ് കൊടുക്കുമ്പോൾ ആ ഒരു റെഡ് എഫക്റ്റ് ഒക്കെ ഒന്ന് കിട്ടുമേ. അങ്ങനെ 2 കേക്കിലും ഞാൻ ഒന്നിൽ സ്പൈഡർമാൻ്റെ ഹെഡ് പോർഷനും മറ്റതിൽ നമ്മൾ സ്പൈഡറുമാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഓരോന്നും കസ്റ്റമൈസ്ഡ് ആയിട്ട് തന്ന കേക്കാണ്. അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് തന്ന കേക്ക്സ് ആണ് കേട്ടോ. അങ്ങനെ ഞാനൊരു 6ൻ്റെ ടോപ്പർ തപ്പിയായിരുന്നു, പക്ഷെ കണ്ടില്ല. പിന്നെ ഞാൻ 9 6 ആക്കി വെച്ചേക്കുവാണ് കേട്ടോ. ആർക്കെങ്കിലും മനസ്സിലായോ എന്തോ നോക്കിക്കേ, കാണില്ലേ 6ൻ്റെ ടോപ്പർ 8ൻ്റെ ടോപ്പർ. ബാക്കിയെല്ലാം നമ്മൾ ആ തന്നിരിക്കുന്ന ഡിസൈനിൽ നോക്കി ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സ്പൈഡർമാനുകളെയും അതുപോലെ വെബിനെ ഒക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നെയിമും വെച്ചിട്ട് ഇതായിരുന്നു നമ്മളുടെ 2 കേക്കിന്റെ ഫൈനൽ ലുക്ക്. അങ്ങനെ അത് രണ്ടും നമ്മൾ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അടുത്ത കേക്ക് എന്ന് പറയുന്നത് തന്റെ ഇതായിരുന്നു കേട്ടോ. ഈ സെയിം പോലെ തന്നെ വേണം. യൂണിക്കോണിന്റെ തീമാണ് കേട്ടോ തന്നിരുന്നത്. അപ്പം ഈ സെയിം പോലത്തെ കേക്ക് തന്നെ വേണം എന്നുള്ള ഒരു കസ്റ്റമറാണ്, സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ. അപ്പൊ മാക്സിമം ഞാൻ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട്. അതേ കണക്ക് തന്നെ മാക്സിമം വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തേക്കുന്നത്. റെയിൻബോ ഒക്കെ വെച്ചിട്ട് ഫ്ലവേഴ്സും ബോൾസും അതേപോലെ കുട്ടിയുടെ നെയിം കസ്റ്റമൈസ്ഡ് ടോപ്പറാണ് കേട്ടോ. അപ്പൊ അത് നെയിമും ഒക്കെ ചെയ്തിട്ട് ആ കേക്കിനെ അതേപോലെ നോക്കിയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് അത് തന്നെ വേണം ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിത്തിരി ഒരു പാടാണ്. എന്ന് വെച്ചാൽ 2 ഹാൻഡ് ആണല്ലോ ചെയ്യുന്നത്. ആ തന്നിരിക്കുന്ന ഫോട്ടോ ഒരാൾ ചെയ്തത് ഞാൻ ചെയ്യുന്നുണ്ടാകുമ്പോൾ എന്തായാലും ഇച്ചിരി ഡിഫറൻസ് ആയിട്ടാണ് കേട്ടോ. അപ്പൊ എങ്കിലും ഞാൻ മാക്സിമം അതേപോലെ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ടൊന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. അടുത്തെന്ന് പറയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ കളർ ഷെയ്ഡൊക്കെ ഇതേപോലെ വേണം. അതുപോലെ തന്നെ
ഫ്രഷ് സ്ട്രോബെറി വേണം ടോപ്പിൽ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കാണിച്ചിരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പം ഞാൻ അതേപോലെ തന്നെ നമ്മൾ ഫ്രഷ് സ്ട്രോബെറി ഒക്കെ മേടിച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത്, അതൊരു സിമ്പിൾ കേക്കായിരുന്നു, പക്ഷെ നല്ല ക്യൂട്ട് ലുക്കാണ് കേട്ടോ. അങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതായിരുന്നു എൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. അടുത്ത കേക്ക് എന്ന് പറയുന്നത് എൻ്റെ ഒരു ടീച്ചറിന്റെ കേക്കായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് എൻ്റെ വീഡിയോ ഓൺ ആയെന്നാണ് ഞാൻ വിചാരിച്ചത്, അതുകൊണ്ട് നമുക്ക് വീഡിയോ കിട്ടിയില്ല. ഈ ഒരു കേക്കായിരുന്നു കേട്ടോ. അതിന്റെ ഫൈനൽ ലുക്ക് ഇതേപോലെ ആയിരുന്നു. അടുത്തെന്ന് പറയുന്നത് ഒരു 2 kg ഹണി ആൽമണ്ട് ആയിരുന്നു കേട്ടോ. നമ്മൾ സ്ഥിരം കസ്റ്റമർ ആണ്. അപ്പം ആ ഒരു ബ്രദറിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല, ഒരു സ്ക്വയർ കേക്ക് വേണമെന്നേ ഉള്ളൂ, ഫ്ലേവറും തന്നു. അപ്പൊ പിന്നെ നമ്മൾ അതിനെ മാക്സിമം ഭംഗിയാക്കി കൊടുക്കാനായിട്ട് ലൈറ്റ് ഷെയ്ഡാണ് എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ലൈറ്റ് ഷെയ്ഡ് ഒരു ഡിമാൻഡ്സും പറഞ്ഞില്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഒന്ന് ക്യൂട്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ കേക്ക്സ്. അപ്പൊ അതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് ഇതേപോലെയൊക്കെയാണ്. മാക്സിമം എല്ലാ കേക്കും നല്ല ഭംഗിയാക്കി കൊടുത്തെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ആരും കാണരുത്. അതുപോലെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ള വിശേഷം കേട്ടോ. അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ ബൈ.